ആതിരപ്പള്ളി കണ്ണങ്കുഴിയിൽ കാട്ടാന കാർ ആക്രമിച്ചു. കണ്ണങ്കുഴി സ്വദേശി അനിലിന്റെ കാറിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇപ്പോഴും ജനവാസ മേഖലയിലെ റോഡിൽ ഒറ്റയാൻ തുടരുകയാണ്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഇപ്പോഴും കാട്ടാന അവിടെ തന്നെ ഉണ്ടോ? ആശങ്കയുള്ള സാഹചര്യമാണോ? ആതിര, കാട്ടാന രാവിലെ 6:30യോടുകൂടിയാണ് ഈ ആതിരപ്പള്ളി കണ്ണങ്കുഴി സ്വദേശിയായിട്ടുള്ള അനിൽകുമാറിന്റെ കാറിന് നേരെ ആക്രമണം നടത്തുന്നത്. അതിനുശേഷം ഏറെ സമയം അവിടെ നിലയുറപ്പിച്ചിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് ആന തിരികെ കാട്ടിലേക്ക് മടങ്ങിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽകുമാറിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്, ഈ റോഡിൽ, ഈ കണ്ണങ്കുഴി ഭാഗത്തെ റോഡിന്റെ 2 വശങ്ങളിലുമായി ഫെൻസിംഗ് ഉണ്ട്. ഈ ഫെൻസിംഗ് ആന കാടിറങ്ങി വന്നപ്പോൾ ഈ ഫെൻസിംഗ് ഉള്ള ഭാഗം കണ്ട് പരിഭ്രമിച്ച് റോഡിൽ തന്നെ ഏറെ നേരം നിന്നു. ഇതേ തുടർന്ന് ഈ പിന്നാലെ വാഹനവുമായി എത്തിയ അനിൽകുമാർ ഈ ആനയ്ക്ക് പിറകിൽ വാഹനം നിർത്തിയിട്ടു. തൊട്ടു പിന്നാലെ ഇതറിയാതെ എത്തിയ ആളുകൾ ആന വരുന്ന ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഹോൺ അടിച്ചതിനെ തുടർന്നാണ് ആന പ്രകോപിതനായത്. പിന്നാലെ വന്ന് ഈ കാറിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ആന വരുന്നത് കണ്ട് പരിഭ്രമിച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഒരാൾക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഈ നേരിയ തോതിലുള്ള ആക്രമണമാണ് ആന നടത്തിയത്. പക്ഷേ ഇതിനുശേഷം കുറച്ചു സമയത്തിലേറെ സമയം റോഡിൽ നിലയുറപ്പിച്ചു. പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയതിനു ശേഷം ആനയെ തുരത്തിയാണ് കാട്ടിലേക്ക് അല്പസമയങ്ങൾക്ക് മുൻപ് കയറ്റിയത്. അനിൽകുമാർ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ സിനിമാ പ്രവർത്തകരടക്കമുള്ള ആളുകളുമായി ആതിരപ്പള്ളി ഭാഗത്തേക്ക് ഷൂട്ടിങ്ങിനായി പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ഏതായാലും ആന പാഞ്ഞെടുത്ത് വന്നെങ്കിലും ചെറിയ തോതിലുള്ള ആക്രമണം നടത്തിയെങ്കിലും ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. രാവിലെ 6:30യോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഏറെ നേരം ആന ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തതിനു ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഈ ആനയെ കാട്ടിലേക്ക് തുരത്തിയത്. ആതിര, എപ്പോഴും ഈ കാട്ടാനകൾ ഇറങ്ങുന്ന അങ്ങനത്തെ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണോ ലെവിൻ ഇത്? ചാലക്കുടി മലക്കപ്പാറ റൂട്ടിലുള്ള ഭാഗമാണിത്. ആതിരപ്പള്ളി ജനവാസ മേഖലയോടും വനപ്രദേശത്തോടും ഒക്കെ ചേർന്ന റോഡിൽ പ്രദേശം വഴിയാണ് ഈ റോഡ് പാസ് ചെയ്യുന്നതും. ഇത് നിരന്തരം ആന ഇറങ്ങുന്ന ഒരു പാതയാണ്. ആന മുന്നറിയിപ്പും നിരന്തരമായി ഈ റോഡിൽ എല്ലാ ഭാഗങ്ങളിലും വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആതിരപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ, ഒന്നിലധികം സ്ഥലങ്ങളിൽ സ്ഥിരമായി ആന സഞ്ചരിക്കുന്ന വഴിയാണെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥിരം ആന സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ആന ആക്രമണം നടന്നത്. ജനവാസ മേഖലയുടെ അടുത്ത് ചേർന്ന് ഒറ്റയാൻ ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. ശരി, ലെവിൻ കെ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.